കഥയല്ലിത് ജീവിതം. നമസ്കാരം. കഥയല്ലിത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ മുഹമ്മദ് യൂസഫ്, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ സുരേഷ് ബാബു, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ പി വി ശിവദാസ്. എല്ലാവർക്കും സ്വാഗതം. കഥയല്ലിത് ജീവിതം. അങ്ങനെ ഞാൻ പറയത്തില്ല മാഡം. അല്ല, ഇവര് പറഞ്ഞു ശരിയാണോ എന്നാ ചോദിക്കണേ. അല്ല, അത് തെറ്റാ. അച്ഛനും അമ്മയ്ക്കും ആ കുട്ടിയോടല്ല സ്നേഹം. അല്ല, ആ കുട്ടിയോടല്ല ഇവിടെ അടുത്ത സ്നേഹം. പിന്നെ അവിടെ അടുത്ത് ഞാൻ എൻ്റെ കോളിൽ വിളിക്കുകയാണ് മാത്രം, ഫോൺ എടുക്കുകയാണ്. എല്ലാ ശനി ഞായറും നിങ്ങളുടെ അമ്മ അവിടെ വരാറുണ്ട്? ഇല്ല ഇല്ല. പൈസ നിങ്ങൾ കൊടുക്കാറുണ്ട് അത്ര ചെലവിന്? ഇല്ല. അമ്മയ്ക്ക് ഒന്നുമില്ല. നിങ്ങളുടെ കുട്ടികൾ ഇപ്പോഴത്തെ ഈ ഈ പിന്നെ തമിഴ് അരസിലുണ്ടായിട്ടുള്ള കുട്ടികളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാറുണ്ടോ? ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് സാറേ. ആര്? അമ്മ കൊണ്ടുവന്നു? അമ്മ കൊണ്ടുവന്നു. ആൺകുട്ടി നിങ്ങളോടൊപ്പം അല്ല? അല്ലല്ല, ഇവിടെ വന്നപ്പോ കണ്ടു. നിങ്ങൾ ഈ കുട്ടികളെ കാണാൻ പോകാറുണ്ടോ? കാണാൻ പോകും. ഞാൻ കാണാൻ പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ പിള്ളേരായിട്ട് തല്ലി. എന്തിനാ നീ അവൻ്റെ കൂടെ അവൻ്റെ കൂടെ ചേരുമെന്ന് പറഞ്ഞ് പിള്ളേരായിട്ട് അടിച്ച് തല്ലി ഇതാക്കും. പിന്നെ ഞാൻ എന്തെങ്കിലും പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ്, ഒരു തുണിയോ തിന്നാൻ എന്ത് വാങ്ങിച്ചു കൊടുത്താലും ആ സാധനം അന്നേരം എടുത്ത് പുറത്ത് കളയും, അല്ല തീ കത്തിച്ച് കളയും ഇവള്. അതുകൊണ്ട് ആ പിള്ളേർ എന്നെ എവിടെയെങ്കിലും റോഡിൽ വെച്ച് കണ്ടാലും എൻ്റെ അടുത്ത് പറയും, പപ്പ എനിക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങിച്ചു തരാണ്, ഇവിടെ തന്നെ ഞാൻ തിന്നേച്ച് പോക്കോളാം, വീട്ടിൽ എന്ന് പറഞ്ഞ ഒരു സാധനം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് ഒരു ബൊമ്മയൊക്കെ വാങ്ങിച്ചു കൊടുത്തുവിട്ടായിരുന്നു. അവൻ ചോദിച്ചിട്ടാണ് വാങ്ങിച്ചു കൊടുത്തുവിട്ടെ, ചെറുക്കനും പെണ്ണും കൂടെ. അതും ഇവിടെ അടുത്ത് കത്തിച്ച് കളഞ്ഞെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ പിള്ളേരെ എൻ്റെ അടുത്ത് അടുപ്പിക്കാനും പറ്റത്തില്ല, എന്നെ ആ വീട്ടിൽ കയറത്തില്ല. അത് ആ കുട്ടി പറഞ്ഞു, ഇയാളുടെ അച്ഛനും അമ്മയുടെ അടുത്തേക്ക് പോലും ആ കുട്ടി ആ മക്കളെ വിടാറില്ല എന്ന്. കാരണം ആ കുട്ടിക്ക് പേടി മക്കൾ തന്നിൽ നിന്നും അകന്നു പോവുമെന്ന്. അങ്ങനെ ഇപ്പോൾ പോലും ഈ ഷൂട്ടിന് വന്നപ്പോൾ പോലും അച്ഛനെ കണ്ടപ്പോൾ ആ മകൻ അങ്ങോട്ട് പോയി. അമ്മ വിളിക്കുമ്പോൾ വരുന്നില്ല. ഇത് കോടതിയിൽ പറയുന്നത് നോട്ട് ദി പോയിന്റ്. ഇല്ല മാഡം, നമ്മളെ പിള്ളേരെ രണ്ടുപേരും തനിച്ച്, ഞങ്ങളില്ലാതെ തനിച്ച് വെച്ച് വിളിച്ച് കഴിഞ്ഞാൽ പിള്ളേരുള്ള സത്യമല്ല പറയാം. പിള്ളേർ ഓരോ ദിവസം ഇപ്പം ഈ കൊച്ചി രാവിലെ ഇവിടെ വന്നിട്ട് ചോറിനാകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇപ്പോൾ എനിക്ക് സാധനം ചോറ് വാങ്ങിച്ചാൽ നല്ല വിശപ്പാന്ന് പറഞ്ഞു. അങ്ങനെ താഴെ ക്യാൻറ്റീനിൽ ചെന്ന് സാധനം ചോറെടുത്ത് കൊടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ചൂടാണ് ചോറ്, ഒന്ന് കറിയൊക്കെ വിരവി തരാൻ പറഞ്ഞു. എന്നിട്ട് ആ കൊച്ചു എൻ്റെ അടുത്ത് പറയാം, പപ്പ ചോറ് വിരവി തന്നിട്ടാ പപ്പ പൊക്കോ, ചിലപ്പോൾ അമ്മ ഇറങ്ങി വന്നാലേ എൻ്റെ ഭാവി പോയി എന്ന് ആ കൊച്ചിൻ്റെ അടുത്ത് പറയുക. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഇവള് പുറകെ ഇവള് വന്നു പറഞ്ഞാൽ ആ കൊച്ചിത് ഇങ്ങനെ പേടിക്കുക. അയ്യോ പപ്പ പോന്ന് പറഞ്ഞ് പേടിക്കുക. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ കൈയിട്ട് വെളിയിലിറങ്ങി. അന്നേരം ആ ചെറുക്കനെ ഒരു തല്ല് തല്ലിയെന്ന്. അന്നേരപ്പോൾ അവൻ എൻ്റെ കൂടെ ഇറങ്ങി ഓടി വന്ന് അവനൊരു തല്ല് തല്ലി. എന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുക, നീ അവിടെ ചെന്നിട്ട് അവരുടെ കയ്യേക്കാലിലൊക്കെ വീണാണേലും നുണയെ പറയാവുള്ളെന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് അവൻ പറയാം, പപ്പ അമ്മ മൊത്തം നുണയാ പപ്പ പറയുന്നത്, നുണ പറയുവാന്ന്. ഞങ്ങൾ രണ്ടുപേരും ആ രണ്ട് പിള്ളേരും വിളിച്ച് വെച്ച് നിങ്ങൾ ചോദിച്ചു നോക്കും മാഡം. മോൻ എത്ര പ്രായമുണ്ട്? മോനിപ്പോൾ 9. എത്രാം ക്ലാസ്സിലാണ്? 9. അവൻ 2ാം ക്ലാസ്സിൽ. ആ ചെറുക്കൻ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആ വണ്ടിയുടെ അടുത്ത് വെച്ച് എൻ്റെ അടുത്ത് വഴക്കിന് വന്നു. അന്നേരം അവിടെ കൊണ്ടവർ പറഞ്ഞു, എന്നാ പ്രശ്നം എന്നാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറ്റി വിട്ടു. ഞാൻ മിണ്ടാതെ വന്ന്. പിന്നെ അവനെ പേടിപ്പിക്കുക. ഈ ഒരു കത്തിയൊക്കെ എടുത്ത് ഇങ്ങനെ കഴുത്തെ വെച്ചിട്ട്, നീ അവൻ്റെ കയ്യിലുള്ള എന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മുഖത്ത് പോലെ നോക്കി കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും, ഇല്ല ഞാൻ തന്നെ ചാകും, അല്ല നിന്നെ കൊന്നുകളയെന്ന് പറയുക. ചോറുണ്ടില്ല കുട്ടി? ഉണ്ടില്ല, ഉണ്ണാൻ വിട്ടില്ല. ആ പിള്ളേരുണ്ട് பிள்ளார ചോദിച്ചാൽ മതി. எனக்கு நான் പറഞ്ഞില്ല, எனக்கு பிள்ளாரு வெல்லுது. இவங்க நான் வீட்டுக்கு வரக்கூடாதுன்னு പറഞ്ഞ് சத்தியவா, நீங்கள் மாத்திரம் வந்துட்டு போகணும். இது அது எங்கட வீடு, ரெண்டு அച്ഛനും அம்மையும் காண நீங்கள் வரலாம். പക്ഷെ മറ്റ പെണ്ണിനെ കൊണ്ട് ഈ വീട്ടിൽ കയറാൻ പാടില്ല. ഞാൻ ഇരിക്കുമ്പോൾ പെണ്ണുക്ക് കയറാൻ വിட മാட்டேன் நான். അങ്ങനെ அந்த பெண்ணு தான் வீட்டுக்கு வரணும்னா என்ன பெந்தம் தீர்த்துட்டு அவள் நீங்கள் கொண்டு வந்தால் போதும், நான் வீட்டில் வந்து இறங்கி தரலான்னு. இந்த ஒரு வாக்கு தான். இவங்க പറയുന്ന பிள்ளையை அடிக்கவும் மாட்டேன். എൻ്റെ കൊച്ചി ഇപ്പോൾ പറഞ്ഞ കൊച്ചി ഭയങ്കര ചീത്ത വിളിക്കും. 6 வயசு தான் கொச்சி அவனுக்கு. 6 வயசு தான் உண்டு, 2ാം ക്ലാസ് தான் படிக்கும். ഭയങ്കര ചീത്ത വിളിക്കും. അണ്ണനെ நான் அடிக்க மாட்டேன் மேடம், சத்தியம் പറഞ്ഞു. എൻ്റെ രണ്ടാമത്തെ കുട്ടിക്കല്ലേ 6 വയസ്സ്, മൂത്ത പെണ്ണുക്ക് 8 വയസ്സ് കഴിഞ്ഞു, 9 വയസ്സ് ആകാറായി.
അപ്പൊ അത് 6ാം ക്ലാസ് ആവോ? ഇല്ല 3 പഠിക്കുന്നത്. 3ാം ക്ലാസ്സേ ആവുള്ളൂ. 3 പഠിക്കുന്നത്. 6 വയസ്സിൽ 1ാം ക്ലാസ് ചേർത്തത്. 10 വയസ്സിലല്ല 5ാം ക്ലാസ്. ഇപ്പൊ 6 ചേർക്കാൻ പാടില്ല. 6ലാണ്. ഇപ്പൊ മൂത്ത മകൻ 3ാം ക്ലാസ്. പെണ്ണ്. മൂത്ത പെണ്ണ് 3ാം ക്ലാസ്. ചെറുക്കൻ 2ല. 2ല്. இவர் പറഞ്ഞത് വീട്ടിൽ പോയി பொம்மைக்க മേടിച്ചു കൊടുത്തു. பொம்மை മേടിച്ചു കൊടുത്തിട്ടില്ല, പഴയ പൊമ്മയ. അവർ വീട്ടിലിരുന്ന പൊമ്മയെ പൊക്കിയിട്ട് വന്നേ. അപ്പോൾ കൊച്ചി പറഞ്ഞ് ഇത് വെച്ച് ഇവിടെ കിടക്കാൻ പാടില്ല. ഞാൻ ഒറ്റ ഒരു പേടി தான் മേடம், വേറെ ഒന്നുമില്ല. കെട്ടി ഇവർ ഇല്ലാமல் 3 കൊല്ലം ഞാൻ ജീവിച്ചു. ഈ പിള്ളേരില്ലേ ഞാൻ ജീവിച്ച് ഇരുന്നിട്ട് ആർക്ക് വേണ്ടി ഇരുന്നത് കാര്യം? അതുകൊണ്ട് எனக்கு ഇഷ്ടം ഇല്ല. என்னன்னு வச்சா எந்த பிள்ளை நல்ல ரீதியில் வளர்த்தணும், அந்த ஒரு ஆகிரம் மாத்திரம். அச்சனை வளர்த்தணும் അങ്ങനെ ഇല്ല മേഡം. അച്ഛൻ എതും മേടിച്ച് കൊടുക്കുന്നത് ഇവർ റോട്ടിൽ മേടിച്ച് ഇത് വേണ്ട. വീട്ടിൽ இந்த பிள்ளைகளுக்கு ஒரு துணி ஒரு நல்ல ദിവസം അങ്ങനെ മേടിച്ച് കൊടുത്തിട്ടില്ല. ഞാൻ സത്യമാണ് പറഞ്ഞ, കള്ളം പറഞ്ഞില്ല. എനിക്ക് എവിടെ പോയി സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടണ മതി. അതില്ലാமல் ഇവർ പറയുന്നത് പോലെ കള്ളം പറഞ്ഞ് എനിക്ക് ഒന്നും നേടാണ്ട. എവിടെ പോയാലും ശരി കുമ്മിളി നനഞ്ഞ് എവിടെ എന്ത് സ്റ്റേഷന് കയറിയാൽ ഞാൻ സത്യം മാത്രം പറയത്തുള്ളൂ. കള്ള എൻ്റെ വായിലൊന്നും വരത്തില്ല. ഇത് മാത്രം ഞാൻ പറയുന്നത്. ഇവർ പറയാം പിള്ളേർ അടിക്കവും മാട്ടേ എടുക്കവും മാട്ടേ. അപ്പോൾ ഈ ആൺകുട്ടിക്ക് പിന്നെ തമിഴരസിയോട് യാതൊരു പേടിയും ഇല്ല എന്നാണോ? പേടിയില്ല സാർ. അവൾക്ക് പേടി ഉണ്ടെങ്കിൽ നമ്മുടെ അമ്മ അല്ലല്ല, ചോദിക്കണതിന് ഒരു മറുപടി പറയൂ. പേടി ഉണ്ടോ ഇല്ലയോ? എന്നെ കണ്ട അവന് പേടിയില്ല. അപ്പൊ ഇപ്പൊ ഊണ് കഴിക്കുന്ന സമയത്ത് അമ്മയെ കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞു, അയ്യോ അമ്മ കണ്ടു. രണ്ടാമത്തെ ആള് ചെറുക്കൻ അന്നേരം തന്നെ ചെറുക്കനെ വഴക്ക് പറഞ്ഞപ്പോ ഇറങ്ങി വന്ന്. ഈ കുട്ടിയുടെ ജീവിതത്തിന് നിങ്ങൾ എന്താ ഉത്തരവാദിത്വം കൊടുക്കുന്നത്? മേഡം, എനിക്ക് ഇവളുടെ കൂടെ ഉള്ള ജീവിതം പേടിയാണ്. പേടിച്ച് ഇവളുടെ കൂടെ ജീവിതം വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ മതിയാക്കണം, വേറെ വിവാഹം കഴിക്കാൻ തയ്യാറ്. നിങ്ങൾ ചെയ്തത് മൊത്തം തെറ്റാണ്. ആദ്യം അത് മനസ്സിലാക്കണം. നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു കത്തി തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് സ്ത്രീ പീഡന കേസിലാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയൊരു കേസാണ്. അത് അല്ലാതെ നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ഇതാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കേസിൽ നിന്നും തലയൂരാനാണ് നിങ്ങൾ ഇപ്പോൾ ആ കുട്ടിയുടെ കൂടെ ജീവിക്കണമെന്ന് വെച്ചാലും, ഞാൻ തീരട്ടെ, അത് ആ കുട്ടിയുടെ കൂടെ ജീവിക്കുകയാണെന്ന് വെച്ചാലും അതിന് പ്രസക്തിയില്ല. ആ കുട്ടിയുടെ കൂടെ നിങ്ങൾ ജീവിച്ചാലും ഒരു കുട്ടി ഉണ്ടായാലും കേസ് തന്നെയാണ്. അത് മുമ്പോട്ട് പോകും. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ശരിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ആ കുട്ടിയുടെ കൂടെ ജീവിച്ചു, ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തതോ സിനിമയിൽ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ജീവിതത്തിൽ അത് നടക്കൂല, ഇല്ലേ? മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയിലാണ് ആ കുട്ടിയുടെ കൂടെ ജീവിക്കണേന്ന് വെച്ചാൽ അതിന് യാതൊരു കാര്യവുമില്ല എന്നാണ് അത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നത്. കേസായിട്ട് തന്നെ പോകും. അത് ആ FIR പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പീഡിപ്പിച്ചു, ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ എന്താ കോടതി വിധിക്കുന്നതെന്ന് കിട്ടും. അപ്പം അങ്ങനെ ഒരു ഒരു വിചാരത്തിലാണ് നിങ്ങൾ ആ കുട്ടിയുടെ കൂടെ ജീവിക്കണേന്ന് വെച്ചാൽ അത് കാര്യമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും ഈ ഭാര്യയുടെ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ. അത് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയും വിളിക്കാം. അച്ഛൻ വന്നിട്ടുണ്ട്, അമ്മയും വന്നിട്ടുണ്ട്, മാമൻ വന്നിട്ടുണ്ട്. അവരെ രണ്ടുപേരും വിളിക്കാം. ഈ കുട്ടിയുടെ അമ്മയും അമ്മാവനെയും വിളിക്കാം. മാരിയമ്മ, സെന്തൂർ, വാങ്ക. தூத்துக்குடியா? என்ன வேலை பண்றீங்க? நான் விவசாயம் தான் பார்க்கணும். விவசாயம், நெல்லா? நெல் எல்லாமே இருக்கு. கத்திரி, நெல், கரிகாலாம் இருக்கா? எல்லாமே எல்லாம் இருக்கு. எவ்வளவு ஏக்கர்? அது ஒரு 10 ஏக்கர் இருக்கு. 10 ஏக்கர். உங்க வீட்டுக்காரர்? வீட்டுக்காரர் கிடைச்ச வேலைக்கு போவாங்க. கிடைச்ச வேலைக்கு போவாங்க. கால் ஏதோ பிரச்சனை? ஆமா ஆமா. கால் வச்சோம், வேறு வேலை வெட்டிக்கு போக முடியாது. எந்த கால்? இந்த வலது கால். இது ஒடிஞ்சு போச்சு, கீழே விழுந்து ஆக்சிடென்ட் ஆகி ஒடிஞ்சிட்டு. அவ்வளவுதான். வேற சரியாகலையா? அது வச்சிருக்காங்க, அது சரியா சேஃப்டி ஆகாம வேலை வெட்டிக்கெல்லாம் போக முடியாது. சரி, இந்த பொண்ணு காதலிச்சான்னு கல்யாணத்தை பண்ணி வச்சிட்டீங்க. அம்மா காதலிச்சான்னு கட்டி வச்சோம். சொல்லுங்க. காதலிச்சான்னு கல்யாணத்தை பண்ணி வச்சிங்க. அவங்க அதுக்கு முன்னாடி 3 மாசம் ஒண்ணா போய் இருந்தாங்களா கோயம்புத்தூர்ல? ஆமா. அதனால தான் கல்யாணம் பண்ணி வச்சிங்களா? விசாரிக்காம கல்யாணம் பண்ணி வச்சிங்களா? விசாரிச்சோம்.
இல்லைம்மா சொல்லுங்க. அவங்க வந்து அங்க வேலை பார்க்கும்போது 2 பேரும் காதலாகி பண்ணிட்டாங்க. 2ஆம் தடவை இவங்க வந்து கூப்பிட்டுட்டு ஊருக்கு வந்துட்டாங்க. கல்யாணம் ஆகிறதுக்கு முன்னாடியே ஆமாம், ஊர் வந்து என்னை கட்டி வச்சிருங்க அப்படின்னு சொல்ல போய் தான் ஊரில் ஓட்டப்படாதத்தில் தாலி கட்டின பண்ணது. உங்க ஊருக்கு வந்து ஆமாம் 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 இவங்க வேலை பார்க்குற இடத்துல ஒண்ணா இருந்தாங்க, ஆமா. பார்த்தாங்க, காதலிச்சாங்க, ஆமாம் அவங்க ஒண்ணா வாழ்ந்துட்டாங்க. ஆமாம். அவங்க தாய் தப்புல சம்மதிக்க மாட்டேன்னு சொல்லி எங்கள் நாட்டுக்கு கூட்டு வந்துட்டாங்க. கூட்டு வந்துட்டு. ஆமாம். ஆனா அவர் என்ன சொன்னார் தெரியுமா? ஆ திருவிழா பார்க்க வந்தா நீங்க தான் அவங்கள கட்டாயப்படுத்தி கல்யாணம் பண்ணி வச்சீங்க. இல்லை இல்லை அதெல்லாம் கிடையாது. கூட்டு வந்துட்டாங்க, அங்கே வச்சு சிவன் கோயில் வச்சு தாலி கட்டி கோயில் വച്ച് കെട്ടണം. മാഡം അതൊന്ന് അതായത് express ചെയ്യണം. ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ സ്നേഹിച്ചു, അവർ ഒരുമിച്ചായിരുന്നു, എന്നിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, ഇവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് സ്നേഹിക്കുകയാണ്, ജീവിക്കുകയാണ്, ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് വെച്ചോളാം, ഞങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കല്യാണം കഴിപ്പിച്ച് വെച്ചേ. ഏതായാലും ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞു അവർ. അങ്ങനെ കല്യാണം കഴിപ്പിച്ച് വെച്ചു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അനീഷ് ഇല്ല മേഡം, അവള് പറയട്ടെ മേഡം, അങ്ങനെയല്ല. ഒരുമിച്ച് ഞങ്ങൾ അതിന് മുമ്പ് ആ കുട്ടി ജീവിച്ചിട്ടില്ല. പറഞ്ഞത് അങ്ങനെയാണ്. ഇല്ല, അങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല മേഡം. 3 മാസം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ കുട്ടി പറഞ്ഞ എന്താന്ന് ഇപ്പോൾ ഞാൻ പറയാം, നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ കുട്ടി പറഞ്ഞ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ കുട്ടിയുടെ നാട്ടിലേക്ക് പോയി. നാട്ടിൽ പോയിട്ട് ആ കുട്ടിയുടെ അച്ഛനും അമ്മയോടൊക്കെ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞു എല്ലാ തമിഴ്നാട്ടുകാർക്കും മലയാളത്തുകാർക്കും ഒന്നും പറ്റില്ല, ഒരുമിച്ച് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ആ കല്യാണത്തിന് അവർ സമ്മതിച്ചില്ല. അപ്പം ആ കുട്ടി നിങ്ങളുടെ കൂടെ ഓടിപ്പോന്ന് കോയമ്പത്തൂർ വെച്ച് 3 മാസം വേറൊരു മില്ലിൽ ജോയിൻ ചെയ്ത് 3 മാസം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചപ്പോൾ ഈ കുട്ടിയുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നു. சரியா? ഹാർട്ട് അറ്റാക്ക് വന്നത് அவங்க புருஷனுக்கு வீட்டு இவரை இந்த பொண்ணை കാണാൻ சொல்லி ஆமாம் வந்துச்சு. உங்க வீட்டுக்காரருக்கு ഹാർട്ട് അറ്റാക്ക് വന്നു. ஆமாம் வந்துச்சு. അങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന് അച്ഛനെ അന്വേഷിക്കാൻ അത് അറിഞ്ഞിട്ട് വിളിച്ചു മകള്, ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ജീവിക്കുകയാണ്, അച്ഛൻ എങ്ങനെയാണ്. അപ്പോൾ അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ, ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച് വെച്ചു എന്നാണ് ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞ കഥ. അങ്ങനെ അല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല മേഡം. അങ്ങനെയല്ല, അനീഷ് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ സമ്മറൈസ് ചെയ്യട്ടെ. അനീഷ് പറഞ്ഞ അങ്ങനെയല്ല. പിന്നെ ആ പെൺകുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞു എനിക്ക് അനീഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഒരു അമ്പലത്തിൽ ഒരു ഉത്സവത്തിന് കൊണ്ടുപോയി, ഈ പയ്യൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അനീഷിൻ്റെ അടുത്ത് പറഞ്ഞു ഈ പെൺകുട്ടിയെ കെട്ടിക്കൂടെയെന്ന്. അപ്പോൾ അനീഷ് വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ കെട്ടിയേക്കാന്ന്. അങ്ങനെ വീട്ടിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് അനീഷ് നമ്മളോട് പറഞ്ഞത്. അതാ മേഡം നടന്നത്. അല്ലാതെ ഞങ്ങൾ 3 മാസം അതിന് മുമ്പ് ഒരുമിച്ച് ഞങ്ങൾ ജീവിച്ചിട്ടില്ല. നിങ്ങൾ ഒളിച്ചോടി പോയിട്ടില്ല? ഇല്ല. ശരി, എന്തായാലും കല്യാണം നടന്നു. അതിനിപ്പോൾ വിട്ടേക്ക്. കല്യാണം നടന്ന് നിങ്ങൾ 6 മാസം കഴിഞ്ഞിട്ടാണ് ഇയാൾ ഈ കുട്ടീനെയും കൊണ്ട് ആ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി എന്നാണ് അനീഷ് പറഞ്ഞത്. 3-ാം ദിവസം ഈ കുട്ടിയും കൂട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. ഇല്ല മേഡം. ഇത് ഭയങ്കര വ്യത്യാസം ഉണ്ട് കേട്ടോ. கெட்டிச்சு வச்சு இது ஒரு 3 ദിവസം தான் கெட்டிச்சு மறு ദിവസം 3 ദിവസം கழிச்சு வீடு வந்து கேரளாக்கு வந்தாச்சு. இல்ல நாளே மேடம். அமிச்சிட்டீங்களா புருஷன் வீட்டுக்கு இவளை கல்யாணம் ஆன கொஞ்சம் 3வது நாள் இருந்துட்டு அதுக்கப்புறம் நாங்கள் எங்கள் அப்பா அம்மா வர சொல்லிட்டாங்க அப்படின்ட்டு அவங்க அண்ணிகிட்ட கேட்ட தெரியும். அவங்க புள்ளுவாரோ அவங்க அண்ணிக்கு தெரியும். அவள் பையனோட அக்கா ஒரு ஆள் இருக்காரு, அவங்ககிட்ட கேட்டால் எல்லா மேடம் தெரிஞ்சுவோம் எப்படி நடந்துச்சு. அவங்களுக்கு தெரியும் மேடம். அவங்க 2 பேர் தான் உண்டு. அவங்களுக்கு விழிச்சு அவங்களோட கூட போகிற அக்காவிட்டே கேட்கலாம் அது நடந்த சரி, மேடம். அது என்னமோ ஆகட்டும். அது இப்போ அக்காட்ட கேட்டது இப்போ என்ன இருந்தாலும் இவங்க புருஷன் பொண்டாட்டியா 9 வருஷம் 10 வருஷமா இருக்காங்க. ஆமாம் ஆமாம் இல்லையா? ஆமாம். இப்போ இந்த ஆளுக்கு இந்த பொண்ணை வேண்டான்னு சொல்றேன். சரி ரைட்டு சொல்லுங்கள். என்னன்னா இந்த பொண்ணு வீட்டு வேலை பார்க்கறது இல்லை, குழந்தைங்களை பார்க்கறது இல்லை, அடிக்கிறா, எந்த விதத்தும் இல்லை, புருஷனை சரியாக கவனிக்கிறது இல்லை, வீட்டுக்கு எந்த வித காரியமும் வீட்டில் பண்ணுறது இல்லை, ஒரு குழந்தைக்கு துணி துவைக்கிறது கூட அவங்க தான் பண்ணுறாங்க, அப்படி இப்படின்னு சொல்கிறாரு. நான் வந்து வேற பொண்ணை கல்யாணம் பண்ண போகிறேன் அப்படின்னு சொன்னதுக்கு நீ பண்ணிக்கோன்ட்டாராம் இவளும். சரி. அப்படியே அந்த ஆள் வேற ஒரு பொண்ணை லவ் பண்ணி கல்யாணம் பண்ணிக்கிட்டாருன்னு சொல்கிறாரு. அந்த ஆளுக்கு உங்கள் பொண்ணை வேண்டான்னு சொல்கிறாரு. சரி. கண்டிப்பாக சொல்கிறாரு. சரி. ஒரே ஒரு கேள்வி தான் எனக்கு உங்ககிட்ட இருக்குது. சரி சொல்லுங்கள். நீங்கள் இப்போ விசாரிக்காமல் எந்தவித ஒரு இதுவும் இல்லாமல் இவங்க வீட்டுக்கு வராமல் இந்த கல்யாணத்துக்கு அப்பா அம்மா யாருமே இல்லாமல் தான் இந்த கல்யாணம் நடந்தது. இந்த ஆளோட அப்பா அம்மா யாருமே இல்லாமல் ஏன் அப்படி செஞ்சீங்க? வரமாட்டாங்க அப்படின்னு சொல்லிட்டாப்புல. எங்கள் அப்பா அம்மா சம்மதி கிடையாது, வரமாட்டாங்க. அப்போ உண்மையாகவே ஒரு தாய் தகப்பன் என்கிற முறையில், ஒரு மாமன்ங்கிற முறையில் நீங்கள் என்ன செஞ்சுருக்கணும் அப்படின்னா எங்கள் பொண்ணை தரதுக்கு நாங்கள் யோசிக்கணும். ஏன்னா இது வந்து கல்யாணம் ஆன பிறகு உங்கள் வீட்டில் ஏற்றுக்கலைன்னா எங்கள் பொண்ணுக்கு பிரச்சனை ஆகிடும், ஊருக்கு எடுத்துகிட்டு போக முடியாது. அப்படி இருக்கிறச்ச நாங்கள் வந்து உங்கள் அப்பா அம்மாவுக்கு சம்மதிக்கலைன்னா நாங்கள் அங்கே போய் பேசுகிறோம். முதல்ல அவங்க சம்மதிக்கிறாங்களா இல்லையான்னு பார்ப்போம்.
அப்புறம் நம்ம கல்யாணம் பண்ணி வச்சா கல்யாணம் பண்ணி வைக்கிறோம் அப்படின்னு சொல்லி இருக்கலாம். நாங்கள் சொன்னோம் மேடம், நாங்கள் சொன்னோம், நான் சொன்ன காலங்க நான் சொன்னோம். அதுதான் எங்கள் அம்மா அப்பாலாம் வரமாட்டாங்க, எங்கள் அம்மா அப்பாலாம் ஒத்துக்கிட மாட்டாங்க. அதுதான் நான் சொல்றேன். அப்படின்னு ஒத்துக்கிட சொல்லிட்டாங்க. மாட்டாங்கன்னா அதை நாங்களும் போய் கேட்டுட்டு ஒத்துக்கிட மாட்டாங்கன்னா அப்புறமா நம்ம பேசிக்கலாம் அப்படின்னு நீங்க செஞ்சிருக்கலாம். அது ஒரு பெரிய தப்பு செஞ்சுட்டீங்க. அவங்க வரமாட்டாங்கன்னு சொல்ல போய் தான் நம்ம அதனால நாங்க கட்டி வச்சோம். நான் வந்து சரி அவங்க வரமாட்டாங்கன்னு சொன்னாங்க, நம்ம ஒரு பொண்ணை அனுப்பிச்ச நம்ம பையனை வீட்டுக்கு அழைக்கல, பொண்ணை தான் அனுப்பி வைக்கிறோம் இல்லையா? அப்ப அதனால நம்ம அதை 10 வாட்டி ஒரு வாட்டிக்கு 10 வாட்டியா நம்ம யோசிச்சு தானே செய்யணும். அது நம்ம செய்யலைங்கிறது ஒரு பெரிய ஒரு விஷயம். நாங்க சொல்லத்தான் நீங்க வந்து இப்ப அந்த பையன் சொன்னதெல்லாம் உண்மையானு கூட உங்களுக்கு தெரியாது இல்லையா? சொன்னப்பல எங்க அம்மா அப்பா வரமாட்டாங்க, ஆனா சொன்னது கூட உண்மையானு கூட நீங்க விசாரிக்கல. அதுதான் நீங்க செஞ்ச நாங்க விசாரிக்க எங்களுக்கு யாரும் தெரியாது, யாரு எவருன்னு எங்களுக்கு தெரியாது. இவங்க வந்து கேரளாவில், இவங்களும் கேரளாவில் இருந்தால் அவங்களும் கேரளா இருக்கு அப்படின்னா வீடு வாசல் எல்லாம் தெரியும். நாங்க வந்து 2 பேருமே தெரியாது, தொழில் போன இடத்துல நடந்திருக்கு. அப்போ நம்ம வந்து ஆனா இவங்க ஒண்ணா இருந்து அங்க ஒரே காரணத்துக்காக தான் நீங்க வேற எதுவும் யோசிக்காம இந்த பொண்ணை கல்யாணம் 2 പേരും കിளമ്പി ഊർക്ക് വന്നിട്ടാங்க. അല്ല, ഒരു വിധത്തിൽ ലോജിക്കായിട്ട് ആലോചിക്കുമ്പോൾ അല്ല ഇവർ ഒരുമിച്ച് ജീവിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാതെ കല്യാണം കഴിപ്പിച്ച് വെച്ചു എന്നുള്ളത്. വേറെ അന്വേഷിക്കാനോ ഒന്നിനും ഞങ്ങൾ പറഞ്ഞപ്പോഴും വീട്ടിലുള്ളവർ വരില്ല, എൻ്റെ വീട്ടിലുള്ളവർ അച്ഛനും അമ്മയൊന്നും വരില്ല, അവർക്ക് ഇതിൽ സമ്മതം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ പക്ഷേ അത് കൂടുതൽ അവർ ചെയ്യാതിരുന്നത് ഒരു പെണ്ണിൻ്റെ കൂടെ ഒരാളുടെ കൂടെ ജീവിച്ചു എന്നുള്ള ഒരു അതൊരു ലോജിക്കൽ ആയിട്ടുള്ള പറയലാണ്, അല്ലാതെ ഞാൻ പറയാൻ പറ്റില്ല. അതായത് ജീവിച്ചിട്ടില്ല എന്ന് അന്വേഷിച്ച് പറയും, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ അപ്പോൾ ഇവർക്ക് ഇങ്ങളെ ന്യായമായിട്ട് സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ അനീഷേ, ഒരു പെൺകുട്ടിയെ ഒരു അമ്മയോ അച്ഛനോ പെണ്ണ് അയച്ചു വിടുമ്പോൾ അറിയാത്ത ഒരാളുടെ കൂടെ അയാളുടെ അച്ഛനോ അമ്മയോ എവിടെയാ എന്താ പറയുന്നത്, അങ്ങനെ ഒരാളെ കണ്ണുമൂടി പിടിച്ച് കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികത തോന്നുന്നില്ലേ? ഇല്ലേ? നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ അങ്ങനെ ചെയ്യോ? അതേ ഉള്ളൂ എൻ്റെ ചോദ്യം. അപ്പൊ ഇതില് ആര് പറയുന്നത് സത്യം എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും നിങ്ങളുടെ കല്യാണം പറയാൻ പറ്റുമോ? നിങ്ങൾ താമസിച്ചിട്ടില്ല എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞ ഒരു മില്ലിലാണ് സാറേ ഞങ്ങൾ വിവാഹം കഴിച്ച് പോകുന്നത്. അവിടെ ചോദിച്ചാൽ അറിയാം. അവിടെ എന്ത് ചോദിക്കണം? ഞങ്ങള് പണിതിട്ടിരുന്ന അവിടുത്തെ നമ്പർ. നിങ്ങൾ കല്യാണം കഴിച്ചത് എവിടെ വെച്ചാണ്? ഇവരുടെ നാട്ടിൽ. ഇവരുടെ അവര് ഏത് അമ്പലത്തിൽ വെച്ചാ? ശിവക്ഷേത്രമാണ്. ഏതായാലും കല്യാണം ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ ഭാര്യയ്ക്കും മക്കൾക്കും നിങ്ങളൊരു ഉത്തരവാദിത്വം എന്താണ്? നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? നിങ്ങൾ എന്താണ് അവർക്ക് ചെയ്യാൻ പോകുന്നത്? ഇവിടെ പിള്ളേർക്ക് അവരുടെ അടുത്ത് സുരക്ഷിതയില്ല. പിള്ളേർക്ക് അവളുടെ കൂടെ നിൽക്കാനോ അവളെ കണ്ട് പേടിച്ചാണ് പിള്ളേർ അവിടെ കൂടെ ഇപ്പം നിൽക്കുന്നത്. പിള്ളേർക്ക് ഒരു സുരക്ഷിത വേണം, അതേ പറയാനുള്ളൂ. തൻ്റെ പുരുഷൻ വേറൊരു സ്ത്രീയുമായിട്ട് ഉള്ള ഒരു കാര്യം വരുമ്പോൾ ഒരു ഭാര്യയും അത് സഹിക്കില്ല. അത് എത്ര മോശപ്പെട്ട ഒരു ഭാര്യയാണെങ്കിലും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ചേണ്ട. പല പ്രാവശ്യം പല കേസും കൊടുത്തിട്ടുണ്ട്, എന്നെ നിരന്തരമായിട്ട് ഉപദ്രവിച്ചിരിക്കുക. എനിക്ക് ദയവ് ചെയ്ത് ഞങ്ങളെ ഒഴിവാക്കി തരണം. എത്ര പ്രാവശ്യം ഞാൻ രോഗിയോട് സ്റ്റേഷനിൽ നടക്കാൻ. ആ വീട്ടിൽ ഇരുന്നിട്ട് എടാ പൊട്ടപ്പയല ഉനക്ക് ചീ പോടാ ഉനക്കെല്ലാം അറിവിരുക്കാടാ എന്നൊക്കെ എന്നെ കൊണ്ട് ചോദിക്കുക. അവരുടെ അപ്പൻ്റെ പ്രായം കൊണ്ട് മേഡം 15 ലക്ഷം രൂപ കടമുണ്ട്, ഇവൾ അടയ്ക്കുവോ? ഇല്ല ഇവൻ അടയ്ക്കുവോ? എനിക്കൊരു വീട് വെക്കണം, അത് ഇവൾ തടയുക. പഞ്ചായത്തിൽ നിന്ന് ലൈഫ് പദ്ധതി ഒരു വീട് പാസ്സായിട്ടുണ്ട്. അത് എടാ ഞാൻ ഇറങ്ങിയാലല്ലേ നീ വീട് വെക്കത്തുള്ളൂ. നീ വീട് വെക്കുന്ന കാണാണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയില്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@amrithatv.com.